Let's see what are the parts of a plant. എന്തൊക്കെയാണ് ഒരു ചെടിയുടെ ഭാഗങ്ങൾ? Starting from the tip, they have a root tip. ഒരു shoot tip ഉണ്ട്. ടിപ്പിൽ ഒരു ബഡ് ഉണ്ട് അവിടെ. ആ ബഡിന്റെ നേരെ താഴോട്ട് നിങ്ങൾ നോക്കിയാൽ ചെറിയ ചെറിയ കുഞ്ഞു ലീവ്സ് കാണും. അത് യങ് ലീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലീഫ് പ്രൈമോർഡിയ ഉണ്ട്, പിന്നെ യങ് ലീവ്സ് ഉണ്ട്. Then you can see on the axil of leaves, ലീഫിന്റെ ആക്സിലിൽ ആക്സിലറി ബഡുകളുണ്ട്. Then you can see the flower buds or other buds. Then there's a stem. There are nodes. There are internodes and so on. My question is, have you seen the structure of a seed? ഒരു സീഡിന്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സീഡിന്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു സീഡിന്റെ സ്ട്രക്ചർ. ഏത് സീഡായാലും കുഴപ്പമില്ല. ഏത് കണ്ടിട്ടുണ്ട് സർ. ഓക്കെ, ഏത് സീഡായാലും നമുക്കറിയാം എന്തൊക്കെ അതിന്റെ പാർട്സ്. സോ എ സീഡ് കണ്ടെയ്ൻ കോട്ടിലിഡൻ. ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ, കുട്ടി പറഞ്ഞ അത്രത്തോളം പറയുന്നില്ല. ഒരു സീഡ് നമ്മൾ കണ്ടാൽ 2 കോട്ടിലിഡൻ ഉണ്ട്, പിന്നെ അതിനകത്തൊരു എംബ്രിയോ ഉണ്ട്. ആ എംബ്രിയോക്ക് 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ് 2 പാർട്ട്? റാഡിക്കിളും പ്ലൂമ്യൂളും. ഞാൻ ഇത്രയും 3 പോയിന്റ് ഇപ്പോൾ പറഞ്ഞുള്ളൂ. കോട്ടിലിഡൻ റിസർവ് ഫുഡ്, അതിന്റെ നടുക്ക് എന്താണ്? ഒരു ഗ്രോയിങ് പ്രൈമോർഡി ഉണ്ട്. ആ പ്രൈമോർഡിയയ്ക്ക് മുകളിലോട്ട് പോകാനുള്ള ഒരു ഭാഗമുണ്ട്. അതൊരു ഷൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള എംബ്രിയോയുടെ ഒരു പാർട്ടുണ്ട്, അതാണ് പ്ലൂമ്യൂൾ. റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് വേറൊരു പാർട്ടുണ്ട്, അതാണ് എന്താണ്? റാഡിക്കിൾ. അത് റാഡിക്കിൾ. സോ ഈ പറഞ്ഞ പാർട്ട് ഏതെങ്കിലും, അങ്ങനെ ഒരു വിത്തിൽ നിന്നാണല്ലോ ഈ ചെടി ഉണ്ടായത്. All the plants are developing from seed or some other method. അപ്പോൾ സീഡിൽ നിന്നുണ്ടാകുന്ന പ്ലാന്റ് ഉണ്ട്. ഈ കാണുന്ന ഒരു ടൊമാറ്റോ ചെടിയാണ്. ഈ ടൊമാറ്റോ ചെടി, just observe it. Can you see the cotyledon? Can you see the cotyledon in this plant? A developed plant. Can you see the cotyledon? No. Can you see the radicle? Can you see the plumule? I assume your answer will be no. അപ്പോൾ ഫ്രം ദി റാഡിക്കൽ ആസ് വെൽ as plumule present in the seed, സീഡിലുണ്ടായിരുന്ന ഇതെല്ലാത്തിൽ നിന്നും എന്താണ്? ബൈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇറ്റ് emerged to become a plant. ഗ്രോത്തും ഡെവലപ്മെന്റിലൂടെ മെരിസ്റ്റത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഗ്രോത്തിലും ഡെവലപ്മെന്റിലും കൂടെ ആ റാഡിക്കിളിൽ നിന്നും പ്ലൂമ്യൂളിൽ നിന്നും ഒരു പ്ലാന്റ് ഉണ്ടായി വന്നു. ഹൗ ഇറ്റ് അക്കംപ്ലിഷ്ഡ് ഇറ്റ്? എങ്ങനെ അത് വന്നത്? എങ്ങനെ അത് വളർന്നു വരാൻ പറ്റി? എങ്ങനെ ഒരു സീഡിൽ നിന്ന് ഒരു പ്ലാന്റ് ആവാൻ പറ്റി? അവിടെയാണ് ടിഷ്യൂസിനും ടിഷ്യൂ സിസ്റ്റത്തിനുമൊക്കെ വളരെ വളരെ റോളുള്ളത്. എന്ന് പറഞ്ഞാൽ, ഫ്രം ദ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ബൈ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് ഡിഫറൻസിയേഷൻ. ഫ്രം ദി എംബ്രിയോജനിക് ആയിട്ടുള്ള റാഡിക്കിളിൽ നിന്നും പ്ലൂമ്യൂളിൽ നിന്നും, ഫ്രം ദ റാഡിക്കിൾ ആൻഡ് പ്ലൂമ്യൂൾ ബൈ ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, എ പ്ലാന്റ് ഈസ് ഫോംഡ്. And the meristems are the pivotal tissues which help the growth and development of a plant. The growth and development of a plant is guided by the meristems. See, as an outline, let's go to the structure of a cell wall. I hope you know the structure of a cell wall, but still let's see what is the typical structure of a plant cell wall. A plant cell wall contains cellulosic cell wall.
then there is a plasma membrane within it. There will be a large vacuole having a membrane called a tonoplastidal membrane. There are green photosynthetic organelles called a chloroplast. There are powerhouses of the cell called a mitochondria. There is a controlling center of the cell called a nucleus. There are endocrine organs called endoplasmic reticulum and the Golgi apparatus. And this is a typical structure of a plant cell. Adjacent plant cells communicate with the help of openings called plasmodesmata. The intercellular communication of plant cells. Intercellular communication of plant cells is through plasmodesmata. For curiosity, let's see the structure of a plant cell wall. It's just to know what is the structure of a plant cell wall. If you see the structure of a plant cell wall, the plant cell wall is having a middle layer, middle lamella. There is a layer called, there's a cementing layer. See, if you see, think about a plant, ഒരു ഫ്രൂട്ടിനെ പറ്റി ചിന്തിക്കുക, ഒരു പഴം, വാഴപ്പഴം. ഓക്കെ, അത് എന്താണ്, ഫ്രഷ് ആയിരിക്കുമ്പോൾ നമ്മൾ കൊല മുറിച്ചുകൊണ്ട് വന്നു, ആ വാഴക്കായ നിങ്ങൾ ഞെക്കി നോക്കിയാൽ ഞെങ്ങുമോ? ഒരു വാഴ, പച്ച വാഴക്കായ എടുത്തിട്ട് നിങ്ങളൊന്ന് ഞെക്കി നോക്കിയാൽ ഞെങ്ങുമോ അത്? No, sir. നോ. ബട്ട് ആഫ്റ്റർ ദാറ്റ്, അപ്പോൾ അത് കഴിഞ്ഞ് പക്ഷെ അത് റൈപ്പൻ ചെയ്യുമ്പോഴോ അത് ഞെങ്ങും അല്ലേ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു ഫ്രഷ് ആയിട്ടുള്ള വാഴയ്ക്ക, പച്ച വാഴയ്ക്കായിൽ സെൽസ് എല്ലാം കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ്. എങ്ങനെയായി കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആവുന്നത്? സെൽസുകളെ ചേർത്ത് നടുക്കൊരു സിമെന്റിംഗ് ലെയർ കൊണ്ട് ഒട്ടിച്ചു വെച്ചൊക്കെയാണ്. എന്താണ് സിമെന്റിംഗ് ലെയർ? അതാണ് മിഡിൽ ലെമല്ല. എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്? മിഡിൽ ലെമല്ല ഈസ് ഫോംഡ് ഓഫ് പോളിഗാലക്ട്യൂറോണിക് ആസിഡ് അല്ലെങ്കിൽ പെക്റ്റിൻ. പെക്റ്റിൻ അല്ലെങ്കിൽ കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം പെക്റ്റേറ്റ്സ് അല്ലെങ്കിൽ പെക്റ്റിൻ അല്ലെങ്കിൽ പോളിഗാലക്ട്യൂറോണിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ മിഡിൽ ലെമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ there is a middle lamella. ഇത് ഈ ഡയഗ്രാം നോക്കൂ, ഇത് ഒരു സെല്ലാണ്, ഇത് രണ്ടാമത്തെ സെല്ലാണ്, ഈ സൈഡിൽ കാണുന്നത് മൂന്നാമത്തെ സെല്ലാണ്. ഒന്നുകൂടെ, ഫസ്റ്റ് സെൽ, സെക്കൻഡ് സെൽ, തേർഡ് സെൽ. ഇത് അതിൻ്റെ സെൽ വോളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സെല്ലുകളെ തമ്മിൽ സിമെന്റ് ചെയ്തേക്കുന്ന ഒരു ലെയറാണ് ഈ ബ്രൗൺ കളറിൽ കാണുന്നത്. ആൻഡ് ദിസ് ഇസ് കോൾഡ് മിഡിൽ lamella ആൻഡ് ദിസ് ഇസ് ദ സിമെന്റിംഗ് ലെയർ ഓർ മിഡിൽ lamella. ഈ മിഡിൽ ലെമല്ലയോട് ചേർന്ന് തൊട്ടടുത്ത് വേറൊരു വാൾ വരും, അതാണ് പ്രൈമറി സെൽ വാൾ. ഒരു സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന വാളാണ് മിഡിൽ ലെമല്ലയോട് ചേർന്ന് അടുത്തുണ്ടാവുന്നതാണ് പ്രൈമറി വാൾ. അത് കഴിഞ്ഞ് സെല്ല് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സെൽ വാളാണ് സെക്കൻഡറി സെൽ വാൾ. അപ്പോൾ എ പ്ലാന്റ് സെല്ലിന് 3 ലെയേഴ്സ് ഉണ്ടെന്ന്, വാളിന് 3 ലെയർ ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. വൺ ഈസ് മിഡിൽ ലെമല്ല, ദെൻ പ്രൈമറി സെൽ വാൾ ലെയർ ആൻഡ് സെക്കൻഡറി സെൽ വാൾ ലെയർ. Middle lamella, primary cell wall layer and secondary cell wall layer, and these are the 3 layers which are present in plant cell wall. 3 layers. This is so significant. എന്താന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും പ്രൈമറി സെൽ വാൾ ഈസ് തിക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡറി സെൽ വാൾ ഈസ് തിക്കൻഡ്. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. മിഡിൽ ലെമല്ലയോട് ചേർന്ന് വരുന്നത് എന്താണ്? പ്രൈമറി സെൽ വാൾ ലെയർ. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്? സെക്കൻഡറി സെൽ വാൾ ലെയർ. എന്താണ് മിഡിൽ ലെമല്ല? സിമെന്റിംഗ് ലെയർ. Is it okay? Yes, sir. Yes, sir. Now what is plasmodesmata? So, and see, this is the cell wall. See the pointing of mouse. This is the cell wall. And between the adjacent cell, this is രണ്ട് സെല്ലാണ്. Between the adjacent cell, there's an opening through which there is പ്ലാസ്മോഡസ്മാറ്റ. സൈറ്റോപ്ലാസം കണക്ടിവിറ്റി ഉള്ള ചില ഓപ്പണിങ്സ് സെല്ലുകൾ തമ്മിലുണ്ട്. ആ ഓപ്പണിങ്സിന് പറയുന്ന പേരാണ് പ്ലാസ്മോഡസ്മാറ്റ. Now let's go on the topic. ഇങ്ങനെയുള്ള സെല്ലുകൾ ഒന്നിച്ചു ചേർന്ന് ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് ടിഷ്യൂസ്. Now what are tissues? Tissues are union of cells. For what? For performing a particular task. For performing a particular task or a mission or a function, cells will be uniting together
and such union of cells are called tissue. They will be specialized. Each tissues will be having its own specialization for performing specific functions or particular functions. Let's have some example. Vascular tissues for conducting, dermal tissues for protection, photosynthetic tissue, chlorenchyma, these are for photosynthesis, leaf tissue for photosynthesis. So these are all different kinds of tissues we come across in a plant system. Broadly speaking, plant comprises three kinds of tissues. Mainly speaking, broadly speaking, plant comprises a mature plant comprises of three kinds of tissue systems. One is dermal tissue system, second one is ground tissue system, and third one is vascular tissue system. What is meant by dermal tissue system? Dermal tissue system is the layers which protect a plant. ഒരു പ്ലാന്റിന്റെ പുറത്ത് കാണുന്ന സിസ്റ്റമാണ് ഡെർമൽ സിസ്റ്റം. എന്താണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം? അതിനകത്ത് വരുന്നത് പിത്ത്, മറ്റ് സ്റ്റോറേജ് റീജിയൻസ് അതൊക്കെയാണ് വരുന്നത്. അതൊരു ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. എന്താണ് ഈ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം? അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കണ്ടക്ഷൻ. ലീവ്സിൽ നിന്ന് പ്രിപ്പയർഡ് കാർബോഹൈഡ്രേറ്റ് താഴോട്ടും റൂട്ടിൽ നിന്ന് വാട്ടർ മുകളിലോട്ടും കൊണ്ടുപോകുന്ന ട്യൂബുലാർ സിസ്റ്റം ഉണ്ട്. അതിന്റെ പേരാണ് എന്താണ്? അതിന്റെ പേരാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. അപ്പം ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എവിടെന്നാ? നേരത്തെ പറഞ്ഞ എംബ്രിയോ, സീഡിനകത്തിരിക്കുന്ന എംബ്രിയോയിൽ നിന്ന് ഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ടാവണം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ടാവണം, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. എന്താണ് ഡെർമൽ ടിഷ്യൂ? എപ്പിഡെർമിസ്, ബാർക്ക്, പുറത്തുള്ള പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചർ എല്ലാം വരുന്ന ഡെർമൽ ടിഷ്യൂ. എന്താണ് ഗ്രൗണ്ട് ടിഷ്യൂ? ഒരു സെല്ലിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ വാസ്കുലാർ ബണ്ടിലും എപ്പിഡെർമിസും ഒക്കെ കഴിഞ്ഞ് വരുന്ന കോർട്ടെക്സ്, ബാക്കി എല്ലാ ഭാഗവും വരുന്നത് ഗ്രൗണ്ട് ടിഷ്യൂ. എന്താണ് വാസ്കുലർ ടിഷ്യൂ? അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കണ്ടക്ഷനെ സഹായിക്കുന്നതാണ് വാസ്കുലർ ടിഷ്യൂ. ഇതെല്ലാം ഉണ്ടായി വരുന്നത് എവിടെ നിന്ന്? ഫ്രം ദി എംബ്രിയോ, പ്ലൂമ്യൂളിൽ നിന്നും റാഡിക്കിളിൽ നിന്നും. എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ടിഷ്യൂസ് കോൾഡ് മെരിസ്റ്റംസ്. ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഈ മുകളിലോട്ട് പോകുന്ന ഷൂട്ട് സിസ്റ്റം, താഴോട്ട് വരുന്ന റൂട്ട് സിസ്റ്റം. ഈ റൂട്ട് സിസ്റ്റം ഉണ്ടായത് എവിടെ നിന്നാ? റാഡിക്കിളിൽ നിന്ന്. ഷൂട്ട് സിസ്റ്റം ഉണ്ടായത് എവിടെ നിന്നാ? പ്ലൂമ്യൂളിൽ നിന്ന്. എങ്ങനെയാണ് അതുണ്ടായത്? ബൈ ദി ആക്ടിവിറ്റി ഓഫ് മെരിസ്റ്റം. പുതിയ സെൽസ് ഡിവൈഡ് ചെയ്ത് ടിപ്പിലുണ്ടാവും. ഈ ഒരു ഗ്രോയിങ് ടിപ്പ്, റൂട്ടായാലും ഷൂട്ടായാലും അതിന്റെ ടിപ്പിൽ എന്താണ്? സെൽ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് അത് വലുതാവാൻ തുടങ്ങുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ടിപ്പിൽ മെരിസ്റ്റമാറ്റിക് സെൽസും താഴോട്ട് വരുന്നതോറും ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നു. അങ്ങനെയാണ് താഴോട്ട് ഓർഗൻസ്. നമുക്കൊരു സ്റ്റെം, നിങ്ങൾ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിന്റെ പുറത്ത് പോയ ഒരു ബ്രാഞ്ച് ഒടിച്ചിട്ട് അതിന്റെ ഏറ്റവും ടിപ്പിൽ നോക്കിയാൽ ഒരു ഗ്രോയിങ് മുകുളം കാണും, ഗ്രോത്തിന്റെ ഒരു മുകുളം കാണും. പേരയുടെ ഒക്കെ ബ്രാഞ്ച് എടുത്തു നോക്കിയാൽ നന്നായിട്ട് കാണാം. അതിന്റെ താഴോട്ട് ചെറിയ ലീഫ് പ്രൈമോർഡിയ, അതിന്റെ താഴോട്ട് ഡെവലപ്ഡ് ലീവ്സ്, ആ രീതിയിലൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഏറ്റവും ടിപ്പില് മെരിസ്റ്റം ഉണ്ട്, താഴോട്ട് എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ലീഫും ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സും ഒക്കെ താഴോട്ട് വരും. അതല്ല, റൂട്ടിന്റെ ടിപ്പിൽ മെരിസ്റ്റം ഉണ്ട്, താഴോട്ട് വരുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത് പല പാർട്സ് ആയിട്ട് മാറും. ദിസ് ഈസ് ഹൗ മെരിസ്റ്റം ഈസ് ഹാവിങ് എ വണ്ടർഫുൾ റോൾ ഇൻ ദി plant tissue, plant formation. Broadly speaking, tissues can be classified into different types. That is depending on the origin. എങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് സ്ട്രക്ചർ, എന്താണ് ഫംഗ്ഷൻ. അതായത് depending on the structure and function of tissues, they are classified into different types. First one is called a meristematic tissue. What is a meristematic tissue? These are cells which are fastly dividing, active cells, dividing cells, group of cells which are located on a specific location. എവിടെ? ഷൂട്ട് ടിപ്പ്, റൂട്ട് ടിപ്പ്, എല്ലായിടവും ഈ ടിപ്പുകളിൽ, ഗ്രോയിങ് ടിപ്പുകളിൽ കാണുന്ന സെൽസ് ആണ് മെരിസ്റ്റംസ്. ദേ ക്യാൻ ഡിവൈഡ്, പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. അതിന്റെ ഫംഗ്ഷനാണ് ഒരു പ്ലാന്റ് മേക്കിംഗ് ആണ് അതിന്റെ ഫംഗ്ഷൻ. കൺസ്ട്രക്ഷൻ ഓഫ് എ പ്ലാന്റ്, ഫോമിങ് എ പ്ലാന്റ്, അതാണ് അതിന്റെ ഫംഗ്ഷൻ. So this is called a meristematic tissue. അതുകൊണ്ട് തന്നെ since they are forming a plant, they are also called formative tissue.
ആസ് മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ ഫോമിങ് സം ടിഷ്യൂസ്. ഒരു പ്ലാന്റിനെ ഫോം ചെയ്യുന്നത് കൊണ്ട് ദേ ആർ ഓൾസോ കോൾഡ് ഫോർമേറ്റീവ് ടിഷ്യൂ. അപ്പോൾ ഒരു മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്ത് താഴോട്ട്. അപ്പം ടിപ്പിലാണ് മെരിസ്റ്റം ഇരിക്കുന്നത്. ഒരു റൂട്ട് ടിപ്പിന്റെ ഷൂട്ടിന്റെ ടിപ്പിലാണ് മെരിസ്റ്റം ഇരിക്കുന്നത്. ആ ഷൂട്ടിന്റെ ടിപ്പിൽ മെരിസ്റ്റത്തിന് താഴോട്ട് എന്ത് ചെയ്യും? സെല്ല് ഡിവൈഡ് ചെയ്ത് വരും. താഴോട്ട് ലീവ്സ് ഫോം ചെയ്യും. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിലെ നിങ്ങൾ പവർ പോയിന്റ് ഷെയറിംഗ് മാത്രമേ കാണുന്നുള്ളൂ? എൻ്റെ സ്ക്രീൻ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ? സാറിനെ കാണാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം നിൽക്കും, ഞാനൊരു പ്ലാന്റിന്റെ ടിപ്പ് എടുത്ത് കാണിക്കും. ക്യാൻ യു സീ ദിസ് പ്ലാന്റ്? കണ്ട് ഈ പ്ലാന്റിന്റെ ടിപ്പ് എവിടെയാണെന്നറിയോ? ഇതാണ് ടിപ്പ്. സോറി, ഓക്കെ. സോ ദിസ് ഇസ് ദ ടിപ്പ്. ഞാൻ ഈ പറഞ്ഞ എത്രയേ ഉള്ളൂ. ഈ പ്ലാന്റ് ഗ്രോ ചെയ്ത് എങ്ങോട്ടാ? ഈ ടിപ്പിൽ നിന്ന് താഴോട്ടാ ശരിക്കും ഡിഫറൻഷിയേഷൻ വന്നിട്ടുള്ളൂ അല്ലേ? ഈ ടിപ്പിൽ, ഈ എക്സ്ട്രീം ടിപ്പിൽ കാണുന്ന സെൽസ് ആണ് മെരിസ്റ്റമാറ്റിക് സെൽസ്. ഈ സെൽസ് ഡിവൈഡ് ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഇതേണ്ട ഈ എക്സ്ട്രീം ടിപ്പിൽ നിങ്ങൾക്ക് ലീവ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു സീ എനി ലീവ്സ് ഓൺ ദ എക്സ്ട്രീം ടിപ്പ്? കാണാൻ പറ്റില്ല, ഇല്ല. താഴോട്ട് വന്നപ്പോഴോ ദേ ഒരു ലീഫ് കണ്ടു. കുറച്ചുകൂടെ താഴോട്ട് വന്നപ്പോൾ വലിയ ലീവ്സ് വന്നു, ടെൻഡ്രിൽസ് വന്നു. കുറച്ചുകൂടെ താഴെ വന്നപ്പോൾ ഫ്രൂട്ട് വന്നു. ശരിയല്ലേ? ഈ ഡിഫറൻസിയേഷൻ എങ്ങനെയാ വരുന്നത്? ഈ ഡിഫറൻസിയേഷൻ ആണ് പെർമനന്റ് ടിഷ്യൂ ഉണ്ടാക്കുന്നത്. അപ്പൊ ടിപ്പിൽ കാണുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിവൈഡ് ചെയ്ത് ഗ്രോത്തിനെ ഫോർവേഡ് ആയിട്ട് കൊണ്ടുപോകും. ഡിവൈഡ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ താഴോട്ട് ഡിപ്പോസിറ്റ് ചെയ്ത സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഓരോ പർപ്പസിനുള്ള സെൽസ് ആയിട്ട് മാറും. ആ ടിഷ്യൂസിന്റെ പേരാണ് പെർമനന്റ് ടിഷ്യൂസ്. അപ്പോൾ യു ടേക്ക് എ പ്ലാന്റിന് രണ്ട് ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ ഫോർമേറ്റീവ് ടിഷ്യൂ. രണ്ടാമത്തെ എന്താണ്? പെർമനന്റ് ടിഷ്യൂ. Now, what are the characteristic features of meristem? One, their cells are small, isodiametric. The cell wall is thin and made up of cellulose. They have abundant cytoplasm. They have very conspicuous nuclei and large vacuoles are absent. The cells are so compactly arranged. Cells compact ആയിട്ട് arrange ചെയ്തിട്ടുണ്ട്. They don't have any intercellular space. And their metabolic rate are high. What is metabolic rate? Cell respiration and cell division, cell synthesis, all these are high. So cells are isodiametric. They're made up of cellulose, cytoplasm abundant ആണ്, conspicuous nuclei ഉണ്ട്, vacuoles ഇല്ല, intercellular space ഇല്ല, metabolic activities എല്ലാം high ആണ്. So this is the typical characteristic feature of meristematic tissue. See the diagram. These are how cells are arranged. വളരെ വലിയൊരു ന്യൂക്ലിയസും കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള highly active ആയിട്ടുള്ള cells ആണ് meristems. Now let's see the classification of meristems. How these meristematic tissues are classified? Meristematic tissues are classified based on different criterions. One, how they are originating. So based on the origin, based on the position, and based on the plane of cell division, meristematic cells are classified into diverse groups. First one is based on the origin. Based on the origin, meristems are classified into promeristem, primary meristem and secondary meristem. Based on the origin, meristems are classified into promeristem, primary meristem and secondary meristem. What is promeristem? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഡിപ്പെൻഡിങ് ഓൺ ദി ക്ലാസിഫിക്കേഷൻ, ഒറിജിൻ അനുസരിച്ച് എവിടെ നിന്നുണ്ടായി വരുന്നു അതാണ് ഒറിജിൻ. ഒരു മെരിസ്റ്റം എവിടെ നിന്നാണ് ഉണ്ടായി വരുന്നത്, എപ്പോഴാണ് ഉണ്ടായി വരുന്നത്, അതനുസരിച്ച് meristems are classified into promeristem, primary meristem and secondary meristem. Based on the location of meristem in a plant, ഒരു പ്ലാന്റിലെ മെരിസ്റ്റം എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു അതിനനുസരിച്ച് ആപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. ഇനി ബേസ്ഡ് ഓൺ ദി പ്ലെയിൻ ഓഫ് സെൽ ഡിവിഷൻ, മെരിസ്റ്റത്തിനകത്തുള്ള സെല്ലുകൾ ഏതൊക്കെ പ്ലെയിനിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, വാട്ട് ആർ ദ ഡിഫറെന്റ് പ്ലെയിൻസ് ഓഫ് സെൽ ഡിവിഷൻ, അതനുസരിച്ച് മാസ് മെരിസ്റ്റം, ഫ്ലാറ്റ് മെരിസ്റ്റം, റിബ് മെരിസ്റ്റം, ഇങ്ങനെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. So there are three kinds of classification of meristem. One is based on origin, based on position, based on plane of cell division. Based on origin, it is classified into promeristem, primary meristem and secondary meristem. Based on position, they are classified into apical meristem, intercalary meristem and lateral meristem. Based on plane of cell division, they are classified into mass meristem, plate meristem and rib meristem.
Now what is promeristem? In the extreme tip of root and leaves, റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയൊക്കെ എക്സ്ട്രീം ടിപ്പിൽ കാണുന്ന മെരിസ്റ്റമാണ് പ്രോമെരിസ്റ്റം. എന്താണ് അതിന്റെ പ്രത്യേകത? ഈ പ്രോമെരിസ്റ്റം എന്ന് വെച്ചാൽ ഈ എംബ്രിയോയുടെ ഒരു ബാക്കി റൂട്ടിന്റെയും ഷൂട്ടിന്റെയും എക്സ്ട്രീം ടിപ്പിൽ നിൽക്കുകയാണ്. അതിൽ നിന്നാണ് പ്രൈമറി മെരിസ്റ്റം ഉണ്ടായി വരേണ്ടത്. സോ പ്രോമെരിസ്റ്റം ആർ ദി ഫൗണ്ടേഷൻ സെൽസ് ഫ്രം വിച്ച് new meristems or primary meristems are produced. Now second one is primary meristem. What is primary meristem? From the promeristem by division, promeristem divide ചെയ്തിട്ട് അതിൽ നിന്നുണ്ടായി വരുന്നതാണ് പ്രൈമറി മെരിസ്റ്റം. അത് റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും ആപ്പിസത്തിൽ എക്സ്ട്രീം ടിപ്പിൽ എന്താണ് പ്രോമെരിസ്റ്റം കാണും. ആ എക്സ്ട്രീം ടിപ്പിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് റൂട്ട് ടിപ്പിലും ഷൂട്ട് ടിപ്പിലും കാണുന്ന മെരിസ്റ്റംസിന് പറയുന്ന പേരാണ് പ്രൈമറി മെരിസ്റ്റം. ഇനി നേരെ മറിച്ച് നമുക്കറിയാം, ഒരു പ്ലാന്റ് ഗ്രോത്ത് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെക്കൻഡറി തിക്കനിങ് പഠിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കും. സെക്കൻഡറി തിക്കനിങ് നടക്കുന്ന സമയത്ത് പിന്നെ ഒരു കാമ്പിയൽ റിംഗ് ഉണ്ടാവും. ഫാസിക്കുലാറും ഇന്റർ ഫാസിക്കുലാർ കാമ്പിയവും ചേർന്ന് ഒരു കാമ്പിയൽ റിംഗ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു, സ്റ്റീലാർ റിംഗ്. ആ സ്റ്റീലാർ റിംഗ് ഉണ്ടാവുന്നത് സെക്കൻഡറി ആയിട്ടാണ്. പിന്നെയാണ് പ്ലാന്റിന്റെ ആദ്യത്തെ ലൈഫിന്റെ സ്പേസിലല്ല, സെക്കൻഡറി ഫേസിലുണ്ട്. അപ്പോൾ സെക്കൻഡറി ഫേസിൽ ഉണ്ടാകുന്ന ടിഷ്യൂസിന് പറയുന്നവരാണ് സെക്കൻഡറി ടിഷ്യൂസ്. അപ്പോൾ ആ സെക്കൻഡറി ടിഷ്യൂസ് ഉണ്ടാവാൻ വേണ്ടി ഒരു പ്ലാന്റിന്റെ പിന്നത്തെ ലൈഫ് സൈക്കിളിന്റെ പകുതിക്ക് ശേഷം, അല്ലെങ്കിൽ ലൈഫ് സൈക്കിളിൽ പിന്നീട് ഉണ്ടായി വരുന്ന ഒരു മെരിസ്റ്റം ഉണ്ട്. അതിന്റെ പേരാണ് സെക്കൻഡറി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പോൾ പ്രോമെരിസ്റ്റം മീൻസ് എംബ്രിയോണിക് മെരിസ്റ്റം. പ്രൈമറി മെരിസ്റ്റം ഡെവലപ്ഡ് ഫ്രം promeristem. Secondary meristem means meristem developed from primary permanent tissue. മുമ്പുണ്ടായിരുന്ന പ്രൈമറി പെർമനന്റ് ടിഷ്യൂവിൽ നിന്ന് പിന്നെ സെക്കൻഡറി ആയിട്ട് ഉണ്ടായി വരുന്ന മെരിസ്റ്റമാണ് സെക്കൻഡറി മെരിസ്റ്റം. ഇനി based on the location, where a meristem is located, ഒരു റൂട്ടിന്റെ ടിപ്പിൽ ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് ആപ്പിക്കൽ മെരിസ്റ്റം. ഇന്റർനോഡൽ മോണോകോട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു ബാംബു ചെടി നിങ്ങൾ എടുത്താൽ ബാംബു ഉണ്ടായി വരുന്ന പുതിയ സ്പ്രൗട്ടിങ്, ഒരു ബാംബുവിന്റെ പുതിയ ബ്രാഞ്ച്, മുളയുടെ ഒരു പുതിയ ബ്രാഞ്ച് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്റർനോഡുകൾ അടുത്തടുത്ത് അറേഞ്ച് ചെയ്തതുപോലെ കാണും. കുറെ കഴിയുമ്പോൾ ഇന്റർനോഡുകൾ തമ്മിലുള്ള അകലം കൂടും. അങ്ങനെയാണ് മുള നീളം വയ്ക്കുന്നത്. സോ അവിടെ എന്താണ്, ആപ്പിക്കൽ ഗ്രോത്ത് മാത്രമല്ല ഇന്റർനോഡുകളിൽ ലെങ്ത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്റർനോഡൽ ലെങ്ത് ചെയ്യാൻ വേണ്ടി കുറച്ച് സെൽസ് അവിടെ ഉണ്ട്. അങ്ങനെ ആ ഭാഗത്ത് കാണുന്ന മെരിസ്റ്റം, ഇന്റർനോഡൽ പൊസിഷനിൽ കാണുന്നതാണ് intercalary meristem. That is meant for increasing the length of plant organs. മൂന്നാമത്തേതാണ് ലാറ്ററൽ മെരിസ്റ്റം. എന്താണ് ലാറ്ററൽ മെരിസ്റ്റം? നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള പ്ലാവ്, മാവ്, ഈ ചെടിയൊക്കെ നിങ്ങൾ ആദ്യമേ വണ്ണം വെച്ചാണോ പോകുന്നത്? അല്ല, ആദ്യം അത് ലീനിയർ ആയിട്ട് നൂർത്തങ്ങ് പോകും. ഒരു ഹൈറ്റ് എത്തി കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, അത് ഗർത്ത് കൂട്ടാൻ തുടങ്ങും അല്ലേ? അപ്പൊ നേരെ പോകുന്നതൊക്കെ പ്രൈമറി മെരിസ്റ്റത്തിന്റെ പ്ലാനുണ്ട്. പക്ഷെ ഈ ഗർത്ത് കൂട്ടുന്നത് എങ്ങനെയാണ്? സെക്കൻഡറി ഗ്രോത്ത് വഴിയാണ്. അപ്പൊ ഈ സെക്കൻഡറി ഗ്രോത്ത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്ലാന്റിന്റെ ലാറ്ററൽ പൊസിഷനിൽ, ഈ വുഡ് എന്ന് പറയുന്നതിന്റെ ലാറ്ററൽ പൊസിഷനിൽ കൂടെ ഒരു മെരിസ്റ്റം ഉണ്ടാവണം. രണ്ട് മെരിസ്റ്റം ഉണ്ട് അവിടെ. ഒന്ന് എന്താണ്, കോർക്ക് കാമ്പിയോ ഉണ്ട്, അതുപോലെ എന്താണ് സെക്കൻഡറി ഗ്രോത്തിനുള്ള കാമ്പിയോ. ഈ രണ്ട് വാസ്കുലർ കാമ്പിയും കോർക്ക് കാമ്പിയും അവിടെ ഉണ്ട്. ഇത് രണ്ടും എന്താണ് പിന്നെ ഉണ്ടാവുന്നതാണ്. അത് പ്ലാന്റിന്റെ ഗർത്ത് കൂട്ടാൻ വേണ്ടിയാണ്. അത് ലാറ്ററൽ മെരിസ്റ്റം. ദേ ആർ ലൊക്കേറ്റഡ് ഓൺ ദി lateral position of the plant. അതാണ് lateral meristem. അപ്പം apical meristem at the apex, lateral meristem on the periphery, intercalary meristem on the internode. This is the classification based on the location of meristem in a plant body. Sir, girth എന്ന് വെച്ചാൽ എന്തുവാ? Girth means വണ്ണം. Girth means വണ്ണം. പ്ലാന്റ് വണ്ണം വയ്ക്കാൻ വേണ്ടി പിന്നെ ഉണ്ടാവുന്ന മെരിസ്റ്റമാണ് സെക്കൻഡറി മെരിസ്റ്റം. അതെവിടെ വരും? നമുക്കറിയാം, അത് സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വാസ്കുലാർ കാമ്പിയവും ബാർക്കൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാകുന്ന കോർക്ക് കാമ്പിയവും സെക്കൻഡറി മെരിസ്റ്റമാണ്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ടോപ്പിക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ലാറ്ററൽ മെരിസ്റ്റം എന്ന് വെച്ചാൽ ദാറ്റ്സ് എ മെരിസ്റ്റം ലൊക്കേറ്റഡ് ഓൺ ദി ലാറ്ററൽ പൊസിഷൻ ഓഫ് ദി പ്ലാന്റ്. നടുക്കല്ല, ഗ്രോയിങ് അപ്പെക്സിലല്ല, ഇന്റർകാലറി ആയിട്ടല്ല, ലാറ്ററൽ പൊസിഷനിൽ നിൽക്കുന്നതാണ്. ഓക്കെ, നൗ based on the plane of cell division, മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സെൽ ഡിവിഷൻ. ഒരു മെരിസ്റ്റമാറ്റിക് സെല്ല് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നു? ചില മെരിസ്റ്റമാറ്റിക് സെല്ല് എല്ലാ പ്ലെയിനിലും അങ്ങ് ഡിവൈഡ് ചെയ്യും.
ഏതൊക്കെ പ്ലെയിനുള്ളത്? വെർട്ടിക്കൽ പ്ലെയിൻ, ഇങ്ങനെ ഒരു ഇസെറ്റ് ആക്സിസ്, 3 പ്ലെയിനിലാണ് സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സെല്ല് എല്ലാ പ്ലെയിനിലും സെൽ ഡിവൈഡ് ചെയ്യും. ഡിവിഷൻ നടക്കുമ്പോൾ, സെൽ ഡിവിഷൻ നടക്കുമ്പോൾ എല്ലാ പ്ലെയിനിലും സെല്ല് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മാസ് മെരിസ്റ്റം. അപ്പോൾ അങ്ങനെ മാസ് മെരിസ്റ്റമായിട്ട് അങ്ങനെ ചെയ്താൽ ഐസോ ഡയമെട്രിക് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്ത് വന്നാൽ മാസീവായിട്ടുള്ള ഗ്രോത്ത്, സ്വള്ളനായിട്ടുള്ള മാസീവായിട്ടുള്ള ഗ്രോത്തുകൾ വരും. രണ്ടാമത്തെ റിബ് മെരിസ്റ്റം. എന്താണ് റിബ് മെരിസ്റ്റം? റിബ് മെരിസ്റ്റം എന്ന് വെച്ചാൽ ദേ ഡിവൈഡ് ഇൻ റൈറ്റ് ആംഗിൾസ്. എന്താണ്? റൈറ്റ് ആംഗിൾ ആയിട്ട് മാത്രം ഡിവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു സെൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും, പിന്നെ ഇങ്ങനെ ചെയ്യും. റൈറ്റ് ആംഗുലാർ പ്ലെയിനിൽ മാത്രം, എക്സ് ആൻഡ് വൈ ആക്സിസിൽ 2 പ്ലെയിനിൽ മാത്രം ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ പേരാണ് റിബ് മെരിസ്റ്റം. റൈറ്റ് ആംഗിൾ സെറ്റ് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് റിബ് ഓഫ് സെൽസ്, ഒരു നമ്മുടെ കോർട്ടക്സിലെ കാണുന്നത് പോലുള്ള കോർട്ടക്സ്, പിത്ത്, റൂട്ട്, റൂട്ട് കോർട്ടക്സ്, പിത്ത് ഓഫ് റൂട്ട്, കോർട്ടക്സ് ഓഫ് സ്റ്റെം, അവിടെയൊക്കെ കാണുന്ന പോലത്തെ സെൽ ഉണ്ടാവുന്നത് ഇങ്ങനെ 2 പ്ലെയിനിൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ്. അതിൻ്റെ പേരാണ് റിബ് മെരിസ്റ്റം. അങ്ങനെയല്ല, അത് ഒന്നുകൂടെ അത് ക്ലാരിഫൈ ചെയ്ത് തരാം. അതായത് ഒരു പ്ലാന്റിന്റെ ലെങ്തിന് റൈറ്റ് ആംഗിൾസ് ടു ദ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് ആണ് റിബ് മെരിസ്റ്റം എന്ന് വെച്ചാൽ. ഒറ്റ പ്ലെയിനിലാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് റൈറ്റ് ആംഗിൾസ് ടു ആയിട്ട് സെല്ല് ഡിവൈഡ് ചെയ്താൽ അതിന്റെ പേരാണ് റിബ് മെരിസ്റ്റം. നേരെ മറിച്ച് ആന്റി ക്ലൈനൽ ഡിവിഷൻ, സാധാരണ റിബ് മെരിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഒറ്റ റോ ഓഫ് സെൽസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഈ റൂട്ട് ഹെയർസ് ഒക്കെ ഉണ്ടാവുന്നത് റിബ് മെരിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി ഉണ്ടാകും. റൂട്ട് ഹെയർസ് ഒക്കെ ഉണ്ടാവുന്നത്. പ്ലേറ്റ് മെരിസ്റ്റം ആണെങ്കിൽ ലീഫ് ലൈക്ക് സ്ട്രക്ചർ, ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് ഉണ്ടാവുന്നത് പ്ലേറ്റ് മെരിസ്റ്റം. അവിടെ അത് ആന്റി ക്ലൈനൽ ഡിവിഷൻ. അപ്പോൾ ഒന്ന് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിന് റൈറ്റ് ആംഗിൾ ടു ഡിവൈഡ് ചെയ്യുന്നു, അതിന്റെ പേര് റിബ് മെരിസ്റ്റം. ഒരു മെരിസ്റ്റമാറ്റിക് സെല്ല് പ്ലാന്റിന്റെ പ്ലാന്റ് ഇങ്ങനെ നിൽക്കുകയാണ്, അതിന്റെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിന് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതാണ് പ്ലാന്റ്. ഈ പ്ലാന്റ് ലോഞ്ചിറ്റ്യൂഡിനായിട്ട് നിൽക്കുന്നു. സെല്ല് ഡിവൈഡ് ചെയ്യുന്നതെല്ലാം ഈ പ്ലെയിനിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പേരാണ് റിബ് മെരിസ്റ്റം. പ്ലേറ്റ് മെരിസ്റ്റം എന്ന് വെച്ചാൽ ദേ ആർ ഡിവൈഡിങ് ബൈ ആന്റി ക്ലൈനൽ. അതായത് ആന്റി ക്ലൈനൽ എന്ന് വെച്ചാൽ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും, അതുകൊണ്ട് ഫ്ലാറ്റൻഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതിന്റെ പേരാണ് പ്ലേറ്റ് മെരിസ്റ്റം. അപ്പം ഇത് ഡെഫിനിഷൻ അറിഞ്ഞിരുന്നാൽ മതി. മാസ് മെരിസ്റ്റം, റിബ് മെരിസ്റ്റം ആൻഡ് പ്ലേറ്റ് മെരിസ്റ്റം. സാർ പെരിക്ലൈനൽ എന്ന് വെച്ചാൽ എന്തുവാ? പാരലൽ ടു പെരിഫറി. പാരലൽ ടു പെരിഫറി, പ്ലാന്റിന്റെ പെരിഫറിക്ക് പാരലായിട്ട് നടക്കുന്ന ഡിവിഷന് പറയുന്ന പേരാണ് പെരിക്ലൈനൽ. പ്ലാന്റിന്റെ ആന്റിക്ലൈനൽ മീൻസ് വെർട്ടിക്കലായിട്ട് നടക്കുന്ന ഡിവിഷനാണ് ആന്റിക്ലൈനൽ ഡിവിഷൻ. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ട് മെരിസ്റ്റത്തിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ, ഈ 3 ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, based on the origin, they can be promeristem. Based on the meristem originating from promeristem are called primary meristem. The meristem which developed from a primary permanent tissue is called secondary meristem. അതുപോലെ based on the location on the apex is called apical meristem. Lateral position is called lateral meristem. Present on the internode is called internodal meristem. Based on the plane of cell division, when they divide in all planes, massive growth ആണെങ്കിൽ mass meristem. Right angles to longitudinal axis ആണെങ്കിൽ അതിന്റെ പേര് റിബ് മെരിസ്റ്റം. ആന്റിക്ലൈനൽ ഡിവിഷൻ വഴിയാണ് മെരിസ്റ്റം ഗ്രോ ചെയ്യുന്നതെങ്കിൽ അതിന്റെ പേര് പ്ലേറ്റ് മെരിസ്റ്റം. ഇനി ഇതിന്റെ ഡെസ്റ്റിനി എന്ന് വെച്ചാൽ ഒരു മെരിസ്റ്റം ഡിവൈഡ്, ഞാൻ പറഞ്ഞു ഒരു ടിപ്പിൽ കുറെ മെരിസ്റ്റമാറ്റിക് സെല്ലുണ്ട്, അത് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ആ ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ഡെസ്റ്റിനി എന്താണ്, അതിന്റെ ഫ്യൂച്ചർ എന്താണ്? അപ്പോൾ കുറേ സെൽസിൽ നിന്ന്, കുറേ മെരിസ്റ്റമാറ്റിക് സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ആ സെല്ലിൽ നിന്ന് എപ്പിഡെർമിസ് ഉണ്ടാവും, ചിലതിൽ നിന്ന് കാമ്പിയൽ വാസ്കുലർ റീജിയൻ ഉണ്ടാവും, ചിലത് ഗ്രൗണ്ട് ടിഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ മെരിസ്റ്റമാറ്റിക് ലെയേഴ്സിൽ നിന്നാണ് എപ്പിഡെർമിസ് ഉണ്ടാകുന്നത് അതിന് പ്രോട്ടോഡെർം എന്ന് പറയും. ഏതൊക്കെ മെരിസ്റ്റമാറ്റിക് ലെയേഴ്സിൽ നിന്നാണ് വാസ്കുലർ ടിഷ്യൂ ഉണ്ടാകുന്നത് അതിന് പ്രോകാമ്പിയോ എന്ന് പറയും. ഏതൊക്കെ ലെയേഴ്സിൽ നിന്നാണ് ടിഷ്യൂസും പിത്തും ഒക്കെ ഉണ്ടാകുന്നത് അതിന് ഗ്രൗണ്ട് മെരിസ്റ്റം എന്ന് പറയും. അപ്പോൾ പ്രോട്ടോഡെർം ഇസ് എ മെരിസ്റ്റം ഫ്രം വിച്ച് എപ്പിഡെർമൽ സെൽസ് ആർ ഫോംഡ്. Procambium is the meristematic layer from which vascular tissues are formed. Ground meristem is the meristematic tissues from which pith and other related things are formed. Pithum ground tissue ഒക്കെ ഉണ്ടാവുന്നു. ഇനി ഈ ഡയഗ്രാം ഒക്കെ നോക്ക്. See,
ഇതൊരു സ്റ്റെമ്മിൻ്റെ ടിപ്പാണ്. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഒരു റൂട്ട് ടിപ്പുമാണ്. ഈ സ്റ്റെമ്മിൻ്റെ ടിപ്പിൽ നിങ്ങൾ നോക്ക്, ഇതാണ് ആപ്പിക്കൽ മെരിസ്റ്റം. ഓക്കെ, ഈ ആപ്പിക്കൽ മെരിസ്റ്റം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പെക്സിലാണ്. എന്നിട്ട് ഇതാണ്ടോ ഇവിടെ ഇങ്ങോട്ട് നോക്ക്, ഇത് റൂട്ട് ടിപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം ഈ ഏറ്റവും പുറത്തുള്ള ഈ മൗസിൻ്റെ പൊസിഷൻ നോക്കണേ, ഏറ്റവും പുറത്തുള്ള ഈ മെരിസ്റ്റമാറ്റിക് ലെയേഴ്സിൽ നിന്നാണ് എപ്പിഡെർമിസ് ഒക്കെ താഴോട്ട് ഉണ്ടാവേണ്ടത്. അതിൻ്റെ പേര് പ്രോട്ടോഡർ. ഇത് പ്രോകാമ്പിയം. വാസ്കുലാർ സ്ട്രാൻഡ്സ് ഒക്കെ ഉണ്ടാകുന്നത് ഈ ഭാഗത്ത് നിന്നാണ്, അതിന് പ്രോകാമ്പിയം. അല്ലാതെ വരുന്ന ഇത്രയും മെരിസ്റ്റമാറ്റിക് സോൺ എന്ന് പറയുന്ന പേരാണ് ഗ്രൗണ്ട് മെരിസ്റ്റം. ഇത് ഇത്രയേ ഉള്ളൂ. മെരിസ്റ്റമാറ്റിക് ലെയേഴ്സിൻ്റെ സോണേഷനാണ് ഈ പറഞ്ഞത്. എന്താണ് ആപ്പിക്കൽ മെരിസ്റ്റം? ഒരു അപ്പെക്സിൽ കാണുന്ന മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്. ഡെൻസിലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഷൂ ടിപ്പിൻ്റെ ഒക്കെ കാണുന്ന മെരിസ്റ്റംസ് ആണ് ആപ്പിക്കൽ മെരിസ്റ്റം. ഇനി ആക്സിലറി ബഡിലും മെരിസ്റ്റം ഉണ്ട്. അത് ആക്സിലറി ബഡ് മെരിസ്റ്റം എന്ന് പറയും. അതായത് ലീഫ് ആക്സിലിൽ കാണുന്ന ഗ്രോയിങ് പ്രൈമോഡിയയിൽ കാണുന്ന മെരിസ്റ്റമാണ് ആക്സിലറി ബഡ് മെരിസ്റ്റം. ഇനി എന്താണ് ലാറ്ററൽ മെരിസ്റ്റം? നിങ്ങൾ നേരത്തെ ഡൗട്ട് തോന്നിക്കാണുമല്ലോ. സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് ഇതൊരു കോർക്ക് കാമ്പിയമാണ്. പുറത്ത് ബാർക്ക് ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു കാമ്പിയമാണ്. ഇത് പ്ലാന്റിന്റെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. ആ മെരിസ്റ്റം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്രോസ് സെക്ഷൻ ആണ് വുഡിന്റെ, അതിന്റെ പെരിഫറിയിലാണ് ഉണ്ടാകുന്നത്. അതിന് പറയുന്ന പേരാണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം. സെക്കൻഡറി ഗ്രോത്ത് നടക്കാൻ വേണ്ടി ഉണ്ടാകുന്ന എല്ലാ മെരിസ്റ്റവും എന്താണ്? ലാറ്ററൽ മെരിസ്റ്റംസ് ആയിരിക്കും. എന്താണ് ആപ്പിക്കൽ മെരിസ്റ്റം? ഏറ്റവും അപ്പെക്സിൽ കാണുന്നു. എന്താണ് ഇന്റർകാലറി? അറ്റ് ദ ഇന്റർനോഡൽ പൊസിഷൻ. എന്താണ് ലാറ്ററൽ? ഒരു സ്റ്റെമ്മ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് താഴോട്ട് വരുമ്പോൾ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ടായി വരുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. സി ആപ്പിക്കൽ മെരിസ്റ്റം, അതിൽ നിന്ന് പ്രോകാമ്പിയം ഉണ്ടാവും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഡിഫറൻഷിയേഷൻ മനസ്സിലാവും. ഏറ്റവും പുറത്തെ കാമ്പിയം ലെയേഴ്സിൽ നിന്ന് പ്രോട്ടോഡം ഉണ്ടാവും. അത് പിന്നെ എപ്പിഡെർമിസ് ഒക്കെ ആയിട്ട് മാറും. പ്രോകാമ്പിയത്തിൽ നിന്ന് പിന്നെ കാമ്പിയം ലെയേഴ്സും ബാക്കി ലെയേഴ്സ് ഉണ്ടാവും. ഗ്രൗണ്ട് മെരിസ്റ്റത്തിൽ നിന്ന് പിത്തും ആ ഭാഗങ്ങളും ഒക്കെ ഉണ്ടാവും. പ്രോകാമ്പിയത്തിൽ നിന്നാണ് ഈ പറഞ്ഞ വാസ്കുലാർ സ്ട്രാൻഡ്സ് എല്ലാം ഉണ്ടാവുന്നത്. ദിസ് ഇസ് ദ ഡിഫറൻസിയേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. വാട്ട് ആർ മെരിസ്റ്റംസ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മെരിസ്റ്റം? വാട്ട് ആർ ദി പ്രോമിനന്റ് മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റം? അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോ. Take a book and write that questions. What are meristems? Sir, question. പറയാ. What are the meristems? What are meristems and their salient features? What are meristems and their salient features? രണ്ട്, explain the classification of meristems. Explain the classification of meristems. അതിലെല്ലാ ക്ലാസിഫിക്കേഷനും വരും. Briefly explain the classification of meristem.